അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്, അതായത് പരിഹരിക്കാൻ പറ്റുന്ന ബ്ലൈൻഡ്നെസ്, പരിഹരിക്കാൻ പറ്റുന്ന അന്ധത. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാട്രാക്റ്റ്, തിമിരം മൂലമുള്ള അന്ധത, ഗ്ലോക്കോമ മൂലമുള്ള അന്ധത, ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുള്ള അന്ധത, ഇവയെല്ലാം നമുക്ക് കൃത്യമായ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാനും പരിഹരിക്കാനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അന്ധത നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 പേർക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ 4 പേരുടെ ബ്ലൈൻഡ്നെസ്സും അവോയ്ഡബിൾ ആണ്. അതായത് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്നതും പരിഹരിക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഉള്ള ഒരു ബ്ലൈൻഡ്നെസ് ആണ് കോർണിയ അഥവാ നേത്രപടല അന്ധത. നേത്രപടലം മൂലമുള്ള അന്ധത. നേത്രപടലം മൂലമുള്ള അന്ധതയും ഒരു 70 to 75%, 75% വരെ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സൂക്ഷിക്കാൻ പറ്റുക? കൃഷ്ണമണിക്ക് പരുക്കുകൾ സംഭവിക്കാം, ഇൻഫെക്ഷൻ സംഭവിക്കാം, പിന്നെ ചില ഡിസ്ട്രോഫി, ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡിസ്ട്രോഫി, ഡീജനറേഷൻസ് എന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്, മരുന്നുകൾ മൂലം മാറ്റിയെടുക്കാവുന്നതും ഉണ്ട്. അപ്പോൾ മരുന്നുകൾ മൂലം മാറ്റിയെടുക്കാവുന്ന അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മൂർച്ചയുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായ തൊഴിൽ, വെൽഡിങ്, അങ്ങനെ കട്ടിങ്, അങ്ങനെ അപകടകരമായ ജോലികൾ ചെയ്യുന്നവർ കൃത്യമായ പ്രിക്കോഷൻസ്, അതായത് അത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിലുണ്ടാവുന്ന പരിക്കുകൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കണ്ണിനൊരു ചെറിയ പഴുപ്പോ ചുവപ്പോ കാണുമ്പോൾ ഉടനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്ന ഒരു ഹാബിറ്റാണ് ഇവിടെ കാണുന്നത്. സാധിക്കുമെങ്കിൽ തീർച്ചയായും അത് അവോയ്ഡ് ചെയ്യണം. കാരണം മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാത്ത ഒരു അസുഖമായിരിക്കും. കൃത്യമായ ഡയഗ്നോസിസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് കലർന്ന ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫെക്ഷൻസ് ക്രമാതീതമായി വർദ്ധിക്കും, അതൊരു വലിയ അൾസറായി മാറും, അത് പിന്നെ ഹോസ്പിറ്റൽ ചികിത്സ വേണ്ടി വരും. പിന്നെ ഏത് തരം രോഗങ്ങളാണ് കൃഷ്ണമണിയെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ കൃഷ്ണമണി വെളുത്തിരിക്കും. അപ്പോൾ അതിനാണ് ഡിസ്ട്രോഫി അല്ലെങ്കിൽ വേറെ മെറ്റബോളിക് ഡിസീസസ് എന്ന് പറയുന്നത്. അതിന് മരുന്നുകൾ കൊണ്ട് വലിയ ഫലമൊന്നുമില്ല, സർജറി കൊണ്ട് മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. പിന്നെ ഈ മുറിവുകൾ, പഴുപ്പ്, അതൊക്കെ ക്രമാതീതമായി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിഷനും ചികിത്സയും ചിലപ്പോൾ സർജറിയും വേണ്ടി വന്നേക്കാം. അപ്പോൾ എന്താണ് ഈ സർജറി എന്ന് ഞാൻ പറയുന്നത്? സർജറി എന്ന് പറഞ്ഞാൽ, കൃഷ്ണമണിയുടെ സർജറി എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി മാറ്റിവെക്കൽ മാത്രമാണ്. ഇപ്പോൾ പുതിയ നൂതനമായ ശസ്ത്രക്രിയകളുണ്ട്. അതിനാണ് കമ്പോണൻറ്റ് കെരറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. കൃഷ്ണമണിക്ക് 6 പാളികളാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏത് പാളിക്കാണ് അസുഖം ഉള്ളത് അത് കൃത്യമായി കണ്ടുപിടിച്ച് ആ പാളി മാത്രം മാറ്റിവെച്ച് ഉള്ള ചികിത്സാ രീതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന് എൻഡോത്തീലിയൽ കെരറ്റോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഡീപ്പ് ലാമെല്ലാർ കെരറ്റോപ്ലാസ്റ്റി, DSEK, DSAK, PDEC, DMEC എന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു കമ്പോണൻറ്റ് കെരറ്റോപ്ലാസ്റ്റിയുടെ ഭാഗങ്ങളാണ്. ഏത് പാളിക്കാണ് അസുഖം ആ പാളി മാത്രം മാറ്റിവെച്ച് കൊടുക്കുക. അപ്പോൾ കൃഷ്ണമണി മാറ്റാനായിട്ടുള്ള കൃഷ്ണമണി നമുക്ക് നേത്രദാനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ നേത്രദാനം എന്ന് പറഞ്ഞാൽ? നേത്രദാനം എന്ന് പറഞ്ഞാൽ മരിച്ച ഒരാളുടെ കൃഷ്ണമണികൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സഹായത്തോടു കൂടി ദാനം ചെയ്യപ്പെടുന്നതാണ് നേത്രദാനം എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന ഓർഗനൈസേഷൻസാണ് ഐ ബാങ്ക് എന്ന് പറയുന്നത്. ഐ ബാങ്കിൽ നമ്മളിപ്പോൾ ബാങ്ക് പോലെ സൂക്ഷിച്ചു വയ്ക്കുന്നില്ല. കിട്ടുന്ന കൃഷ്ണമണികൾ ലായനിയിലിട്ട് മാക്സിമം ഒരു 4 ദിവസം, അല്ലെങ്കിൽ ചില ലായനികൾ 2 ആഴ്ച വരെ കൃഷ്ണമണി സൂക്ഷിക്കാൻ പറ്റുന്ന ലായനികൾ ഇപ്പോഴുണ്ട്. അങ്ങനെ കളക്ട് ചെയ്യുന്ന കൃഷ്ണമണികൾ ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ തിട്ടപ്പെടുത്തി അത് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഐ ബാങ്കിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ ഐ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സഹകരണം ആവശ്യമാണ്. ഒന്നാമത് ഐ ബാങ്ക് ഒരു ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ സഹകരണം നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ആവശ്യമുള്ളത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്. കമ്മ്യൂണിറ്റിയിലുള്ള ഇപ്പോൾ നേത്രദാനം നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് സമ്മതപത്രങ്ങളുണ്ടാവാം. പക്ഷേ ദാതാവ് മരിക്കുമ്പോൾ നമുക്ക് ആ സമയം ചിലപ്പോൾ അറിയിക്കാനായിട്ട് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ഐ ബാങ്കിൽ. കൃത്യമായിട്ടും 6 മണിക്കൂറിനുള്ളിൽ കണ്ണുകൾ ശേഖരിച്ചാലേ ആ കണ്ണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് അവരുടെ സഹകരണം അത്യാവശ്യമാണ്.
പിന്നെ ആവശ്യം വേണ്ടത് മറ്റ് ഹോസ്പിറ്റൽസ്, ഇപ്പോൾ ഹോസ്പിറ്റൽ കോർണിയൽ റിട്രീവൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. മറ്റ് ഹോസ്പിറ്റലുകളിലുള്ള മരിക്കുന്നവരുടെ കണ്ണുകൾ ആ സമയത്തിനുള്ളിൽ നേത്രബാങ്കിനെ അറിയിച്ച് മോട്ടിവേറ്റ് ചെയ്ത് നേത്രദാനം നടത്തുന്നത്. നേത്രദാനത്തിൻ്റെ ആവശ്യകത വളരെയേറെ ഉണ്ട്. കാരണം ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 11 ലക്ഷം രോഗികൾ നേത്രദാനം അഥവാ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കാത്തു കഴിയുന്നുണ്ട്. അതിൽ നമ്മൾക്ക് സാധിക്കുന്നത് ഒരു 25,000 കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസാണ് ഇന്ത്യയിൽ നടക്കുന്നത്, ഏകദേശ കണക്ക്. അതിൽ ഓരോ വർഷവും 25,000 പേര് കൂടി വരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1 ലക്ഷം കോർണിയയുടെ ആവശ്യമുണ്ട്. അതിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐ ബാങ്കിനെ പറ്റിയും ഐ ഡൊണേഷനെ പറ്റിയും കൂടുതൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഓരോ കൊല്ലം തോറും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഈ നേത്രദാന പക്ഷാചരണം അല്ലെങ്കിൽ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാ കൊല്ലവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ കേന്ദ്ര ഗവൺമെൻറ് ആചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രോഗ്രാം. അതിൽ അവെയർനെസ് എന്ന് പറയുന്നതാണ് ആദ്യം. നമ്മൾ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ആദ്യമായി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓണർ ചെയ്യും. കാരണം നമ്മളെ ദാനം ചെയ്തവരുടെ ദാതാക്കളെയും അവരുടെ ഫാമിലി അതിന് പ്രൊമോട്ട് ചെയ്തവരുടെയും എല്ലാവരെയും നമ്മൾ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ ഒരു ബഹുമാനിക്കുന്നു. പിന്നെ സെലിബ്രേഷൻ, അതായത് നമ്മൾ നേത്രദാനം സ്വീകരിച്ച പേഷ്യൻസ് ഉണ്ടല്ലോ, അവരുടെ ഒരു നിയർ നോർമൽ ലൈഫായിരിക്കും അവർ നയിക്കുന്നത്. അപ്പോൾ അവരുടെ ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷനാണ്. ഈ നമുക്ക് കുറച്ച് പേർക്കായിരിക്കും നമുക്ക് ആ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. അവർ പോയിട്ട് മറ്റുള്ളവരെയും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഈ നേത്രദാനത്തിനെ പറ്റിയുള്ള ആ ഒരു സങ്കല്പം കമ്മ്യൂണിറ്റിയിൽ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഒരു ഇത്. പിന്നെ നമുക്ക് ആർക്കൊക്കെയാണ് ഇത് ദാനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും ഒരു സംശയമാണ്, കോമൺ ഒരു സംശയമാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും നേത്രദാനം ചെയ്യാം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ദാനം ചെയ്യാം. ഏത് ജാതി ആയാലും, ഏത് കണ്ണാടി വയ്ക്കുന്നവർക്കോ ഡയബറ്റിസ് ഉള്ളവർക്കോ കാറ്ററാക്റ്റ് ചെയ്തവർക്കോ കാറ്ററാക്റ്റ് ഉള്ളവർക്കോ എല്ലാവർക്കും കണ്ണുകൾ ദാനം ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർജറി അനുസരിച്ച് ഇപ്പോൾ പണ്ട് പറയുന്നത് ഒരാളുടെ നേത്രദാനം കൊണ്ട് 2 പേർക്ക് കാഴ്ച ലഭിക്കാമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സർജറികൾ കൊണ്ട് 4 പേർക്കോ 5 പേർക്കോ ഒരാളുടെ നേത്രദാനം കൊണ്ട് കാഴ്ച ലഭിക്കാവുന്നതാണ്. അപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമായവർ വരെ കണ്ണിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ നേത്രദാനത്തിനെ പറ്റിയുള്ള ആ ഒരു സന്ദേശം എല്ലാവരിലും എത്തിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.